ഹായ്, ഇറ്റ്സ് നിധി. ഇന്ന് ഞാൻ ഈദ് ഹോളിഡേയിലെ വിശേഷങ്ങളാണ് പറയാൻ പോകുന്നത്. ഇതിന് ഇത്തവണ എല്ലാവരും വന്ന് സന്ദർശിക്കാൻ വേണ്ടി എന്റെ കൽബ എന്ന സ്ഥലത്താണല്ലോ. അപ്പൊ ഇത്തവണ എന്റെ രണ്ട് ഫ്രണ്ട്സും കൽബയിലേക്ക് അബുദാബിയിൽ വന്നായിരുന്നു. അവരും കൂടി ഞങ്ങൾ ചെറിയൊരു സ്മോൾ ട്രിപ്പ് അറേഞ്ച് ചെയ്തു. ആദ്യം തന്നെ പോയത് ഫുജേറയിലുള്ള ഈ ഗ്രാൻഡ് മോസ്കിലാണ്. ഞാനും കൽബയിലായിട്ടും തൊട്ടോടെ അടുത്തായിട്ട് പോലും ഈ മോസ്കിൽ നിന്ന് കയറുക കളിക്കുകയും ചെയ്തില്ല. ഇവര് വന്നപ്പം ഇവർക്ക് രണ്ടുപേർക്കും നോമ്പുള്ളവരാണ്. അപ്പൊ ആ നോമ്പുള്ളവർ അവർക്ക് പള്ളി കയറി പള്ളി കാണാനൊക്കെ ഉള്ള ഒരു വിശേഷമാണ്. പിന്നെ എനിക്കും ഇഷ്ടമാണ് ഇത്രയും ഒരു ആൻസിസ്റ്ററൽ ആയിട്ടുള്ള ഒരു വലിയൊരു ഒരു പുരാതനമായ ഇതൊക്കെ ഇത്തരത്തിലും ബിൽഡിങ്ങും സംഭവങ്ങളൊക്കെ കാണാം. അങ്ങനെ ഞാനും അവരുടെ കൂടെ ഗ്രാൻഡ് മോസ്കിൽ പോയി. അപ്പം ഇതാണ് അതിന്റെ കയറിയ പാടുള്ള ഉള്ളിലെ എൻട്രൻസ്. ഇന്നിലും എന്താ ഒരു കാഴ്ചകളുടെ കണ്ണഞ്ചിപ്പിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ്. അത്രയും കാമാണ്, എന്താ ഒരു ഭയങ്കര കൂൾ എഫക്റ്റ് ആണ്. നമുക്ക് അത്രയും പീസ്ഫുൾ ആയിട്ട് തോന്നും ഒരു പള്ളിയിൽ കയറുമ്പോൾ തന്നെ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി അങ്ങനെ കയറിയപ്പം. ഫ്രീ ആണ്, ആർക്കും എല്ലാവർക്കും ഫ്രീ ആണ്, ക്യാഷ് ഒന്നുമില്ല. അത് നല്ലൊരു എൻജോയ്മെന്റ് ആയിരുന്നു. കുറെ കാലത്തിന് ഫലം കാണാൻ വിചാരിച്ചൊരു മാസത്തിൽ കാണാൻ പറ്റും. ആദ്യത്തെ മാസത്തിനുള്ളിൽ കയറിയത്. രണ്ടാമത് ഞങ്ങൾ പോയത് അൽ ഹഫിയ എന്നൊരു തടാകത്തിലേക്കാണ്, ഒരു ലേക്ക്. അവിടെയാണ് ഞങ്ങൾ പോയത്. ഇത് കൽബയിലാണ്. ഞാൻ താമസിക്കുന്നത് വളരെ അടുത്താണ് ഇത് ലേക്ക് ഉള്ളത്. ഈ അടുത്താണ് ഓപ്പൺ ചെയ്തത്. ഫ്രീ ആണ്, ടിക്കറ്റ് ഒന്നുമില്ല. ഇത്തവണ എല്ലാവരും കൽബയിൽ നിന്ന്, ഷാർജയിൽ നിന്നും, അബുദാബിയും ദുബായിൽ നിന്നൊക്കെ വന്നത് ഇവിടെ കൽബയിലേക്കും നവീൻ ഗാർഡൻ കാണാനുള്ള. അപ്പൊ ഞാനും ഇവരെ എന്റെ ഫ്രണ്ട്സിനും കൂടി ഇവിടെ ലേക്കിലൊക്കെ പോയി. ഇവിടെ നമുക്ക് ബോട്ടിംഗ് ഒക്കെ ഉണ്ട്. ബോട്ടിങ്ങിന് എനിക്ക് തോന്നുന്നു ചാർജ് ഉണ്ട്. ഞങ്ങൾ അതിൽ കയറിയില്ല. 130 ദിർഹംസ് ആണെന്ന് തോന്നുന്നു ഒരു ബോട്ടിന്. പെർ ബോട്ടിന് ഒരു ചാർജ് ചെയ്യുന്നു. പിന്നെ കുട്ടികൾ കളിക്കാനുള്ള പ്ലേ സ്പേസ് ഉണ്ട്. ആ പ്ലേ സ്പേസ് കാണുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് എന്താ പറയാ, നല്ലൊരു ഒരു കാം ക്ലൈമറ്റ് ആണ് ഇവിടെ. കൽബാവിലെ അങ്ങനെയാണ്. അപ്പൊ അതിലും കൂടുതൽ ലേക്ക് കൂടെ ആയിട്ട് ഭയങ്കര ഒരു ക്ലൈമറ്റ് ആയി. പിന്നെ ഈ കാണുന്ന കുന്നുകളിലാണ് നിങ്ങൾക്ക് ട്രക്കിംഗ് ചെയ്യാൻ, ഇപ്പോൾ ട്രക്കിംഗ് ഒക്കെ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ ട്രക്കിംഗ് ഒക്കെ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് പോകാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് അത്. ഇതിലേക്ക് കയറി നമുക്ക് ഒരുപാട് മുകളിൽ വരെ കയറി കുറെ ആൾക്കാർ അങ്ങോട്ട് കയറി ഇറങ്ങിയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അത് അങ്ങനെ മുതലായ കുറച്ച് സമയം ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് തിരിച്ച് അബുദാബിയിൽ പോകാനുണ്ട്. ആ സമയത്തുള്ള ഞങ്ങൾ ജസ്റ്റ് എല്ലാവരും ഒന്ന് കണ്ട് വിസിറ്റ് ചെയ്ത് വന്നതാണ്. പിന്നെ കുറെ ഫോട്ടോ സെഷൻ, കുറെ വീഡിയോസ് എടുക്കുന്ന ഇതൊക്കെയായിരുന്നു ഈ പരിപാടി. ഞങ്ങളത് എല്ലാവരും ഞങ്ങളെല്ലാം 4 പേരുണ്ടായിരുന്നു. 4 പേരും നന്നായിട്ട് എൻജോയ് ചെയ്തു. ഭയങ്കര രസമായിരുന്നു ഒന്നിച്ചുള്ള ഇത് ഒരു ഈദ് ഹോളിഡേയ്സ്. ഒത്തിരി ആൾക്കാരുണ്ട്, ഒത്തിരി തിരക്കാരുണ്ട്, ഭയങ്കര ക്യൂ ആണ്. ഈ ഈദ് ഹോളിഡേയ്സ് അത്രയും തിരക്കുള്ള ഒരു സമയമായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഇതാണ് 3 ആൾക്കാര്, സച്ചു, ജാസിം, സുഷി, ഇവര് 3 പേരും ഞാനിവിടെയാണ് പോയത്. പിന്നെ ഞങ്ങൾ പോയത് ഹാനിങ് ഗാർഡൻ. ഇതിന് ഞങ്ങൾ സ്ഥിരം ഡിസ്കഷൻ ആയതുകൊണ്ട് എപ്പോഴും വരുന്നതാണ്. എല്ലാം എന്തെങ്കിലും കണ്ടു തന്നെ ശീലിച്ചുകൊണ്ട് ഞങ്ങൾ അത്ര എക്സ്പ്ലോർ ചെയ്യാനൊന്നുമില്ല. ജസ്റ്റ് അവരെ 2 പേരും അവിടെ എന്തെങ്കിലും വന്നതല്ലേ, അപ്പൊ അവരൊന്ന് കാണിക്കാവുന്ന രീതിയിൽ വന്ന് കണ്ടു കാണിച്ചുള്ളത്. അവർക്ക് ഭയങ്കര ഇഷ്ടമായി. രണ്ടെണ്ണം ഫോട്ടോ എടുപ്പായിരുന്നു. ഞങ്ങൾ ജസ്റ്റ് കൂടെ 2 പേർക്കും പിന്നെ കണ്ട് ശീലിക്കേണ്ടതൊന്നും വലിയൊരു കാര്യമില്ല. എന്തായാലും നല്ല രസമായിരുന്നു. ഞങ്ങൾ 4 പേര് വളരെ എൻജോയ് ചെയ്തു. അവർക്കൊരു ഈദിനുള്ള ഒരു ആഘോഷം, ട്രിപ്പ് മെമ്മറബിൾ ആക്കുക എന്നേ ഞങ്ങൾ ഉദ്ദേശിച്ചുള്ളൂ. അത് നടന്നു.